എംപോക്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടന്നു. വിദേശത്തു നിന്ന് വന്ന UAE നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ് രോഗം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഏത് ക്ലേഡാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിന്റെ ജിനോമിക് സീക്വൻസിങ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം 2B ആണെങ്കിൽ രോഗവ്യാപനം കുറവാണ്, വളരെ അടുത്ത കോണ്ടാക്റ്റിലൂടെ മാത്രമേ പകരുകയുള്ളൂ. 1B ആണെങ്കിൽ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണുന്ന വകഭേദമാണെങ്കിൽ അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി, രോഗവ്യാപന ശേഷി വളരെ കൂടുതലാണ്. ജില്ലയിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് പിടിപെട്ട വൈറസിന്റെ വകഭേദം കണ്ടെത്താൻ ജീനോം സീക്വൻസിംഗ് നടത്തുമെന്നും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എംപോക്സ് വൈറസിന്റെ 2B വകഭേദത്തിന് വ്യാപന ശേഷി കുറവാണ്. എന്നാൽ ആഫ്രിക്കയിൽ കണ്ടെത്തിയ 1B വൈറസ് വകഭേദത്തിന് വ്യാപക ശേഷി കൂടുതലാണ്. വൈറസിന്റെ വകഭേദം കണ്ടെത്തിയാൽ വ്യാപന ശേഷി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. എംപോക്സ് ബാധിച്ച രോഗിയുടെ നില തൃപ്തികരമാണ്. എംപോക്സ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 23 പേരാണുള്ളത്. രോഗി സഞ്ചരിച്ച വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 43 പേരാണ് ആ പട്ടികയിൽ ഉള്ളത്. എംപോക്സ് രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നിപയുടെയും എംപോക്സിന്റെയും കാര്യത്തിൽ ആശങ്ക വേണ്ട. മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, pride of generations. India, Oman, Bahrain.